I am Shivani AB of S4 Civil, SNIT ADU. So I am here to discuss a question from Structural Analysis 1 from Module 6. So the question is, a parabolic 3-hinged arch carries a UDL of 16 kN per meter on the left half of the span. It has a span of 32 meter and a central rise of 6 meter. Determine the resultant reaction at supports. Find the BM, normal thrust and radial shear at XX 4 meter from the supporter. So, നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഗിവൺ കണ്ടീഷൻ വെച്ചിട്ട് ഫിഗർ വരയ്ക്കണം. ഇതൊരു 3-hinged പാരാബോളിക് ആർച്ചാണ്. ഹിഞ്ച്ഡ് പോയിന്റ്സ് എ ബി സി എന്നാണ്. സോ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് സ്പാൻ എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് ആണ് 32 മീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ആൻഡ് എ സെൻട്രൽ റൈസ് ഓഫ് 6 മീറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സെൻട്രൽ റൈസ് എന്ന് പറഞ്ഞാൽ സി തൊട്ട് താഴോട്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 6 മീറ്റർ. അതിനെയാണ് YC എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു ആർച്ചിൽ ഒരു UDL 16 kN per meter എന്ന് പറയുന്ന ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി സ്പാനിൻ്റെ ലെഫ്റ്റ് ഹാഫിലായിട്ടാണ് ഈ UDL ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 16 kN per meter എന്ന് പറയുന്നത്. ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിറ്റർമൈൻ ദ റിസൾട്ടന്റ് റിയാക്ഷൻ അറ്റ് സപ്പോർട്ട്സ്. സപ്പോർട്ട്സിലുണ്ടാകുന്ന റിസൾട്ടന്റ് റിയാക്ഷൻസ്, ദാറ്റ് ഈസ് RAയും RBയും കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ BM. BM എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റും നോർമൽ ത്രസ്റ്റും NXും പിന്നെ റേഡിയൽ ഷിയർ RXും അറ്റ് XX. XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ എന്ന് പറയുന്നത് 4 മീറ്റർ ഫ്രം ദി സപ്പോർട്ട്. ഈ സപ്പോർട്ടിൽ നിന്ന് 4 മീറ്റർ മാറിയാണ് XX എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉള്ളത്. അതിൻ്റെ BMഉം നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും വെച്ച് നമ്മൾ ഫിഗർ വരയ്ക്കുക. പിന്നെ എയിലും ബിയിലും ഉള്ള നമ്മളുടെ വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ റിയാക്ഷൻസും മാർക്ക് ചെയ്യുക. എയിലെ വെർട്ടിക്കൽ റിയാക്ഷൻ VA, ഹൊറിസോണ്ടൽ റിയാക്ഷൻ H, ബിയിലെ വെർട്ടിക്കൽ റിയാക്ഷൻ VB, ഹൊറിസോണ്ടൽ റിയാക്ഷൻ H. സോ ഇത്രയും വെച്ച് നമ്മൾ ഫിഗർ വരയ്ക്കുക ആദ്യമേ. അത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ടന്റ് റിയാക്ഷൻ RAയും RBയും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് VAയുടെയും VBയുടെയും വാല്യൂസ് വേണം. ആദ്യമേ നമ്മൾ VAയുടെയും VBയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ അപ്വേർഡ് ലോഡ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ലോഡ്സുകളാണെങ്കിൽ അതിനകത്ത് അപ്വേർഡായിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് VAയും VBയും മാത്രമേ ഉള്ളൂ. ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്ന ഈ UDL മാത്രമേ ഉള്ളൂ. അപ്പം VA + VB ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു ഈ UDLനെ നമ്മൾ പോയിന്റ് ലോഡ് ആക്കിയിട്ട് വേണം എഴുതാൻ. സോ UDL ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 32 ആയിരുന്നു. ആ 32ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 × 16 ചെയ്യുമ്പോഴത്തേന് ഈ ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴത്തേന് ഇതൊരു പോയിന്റ് ലോഡായി മാറും. അതാണ് 916 kN എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. സോ VA + VB ഈസ് ഈക്വൽ ടു 916 kN എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെന്റ് അബൌട്ട് എയും ബെൻഡിങ് മൊമെന്റ് അബൌട്ട് സിയും കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് സിഗ്മ MA ഈസ് ഈക്വൽ ടു 0യും സിഗ്മ MC ഈസ് ഈക്വൽ ടു 0യും കണ്ടുപിടിക്കണം. സോ സിഗ്മ MA ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോഴത്തേന് അബൌട്ട് എ എന്ന് പറയുന്ന പോയിന്റിലാണ് എടുക്കേണ്ടത്. VB ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 32 ആണ്. എ തൊട്ട് ഈ VB വരെയുള്ള ഡിസ്റ്റൻസ് 32 ആണ്. അതുകൊണ്ട് VB ഇൻറ്റു 32. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നെഗറ്റീവും ആയിട്ടാണ് എടുത്തേക്കുന്നത്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണ് ഇത് പോകുന്നത് VB എന്ന് പറയുന്നത്. സോ ഇവിടെ നെഗറ്റീവ് എടുത്തു. പ്ലസ് ഈ ഒരു UDLനെ നമ്മൾ പോയിന്റ് ലോഡ് ആക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടി. സോ ഈ 60 എന്ന് പറയുന്ന UDLനെ പോയിന്റ് ലോഡ് ആക്കുമ്പോഴത്തേന് 60 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴത്തേന് 60 × 16 ഇതൊരു പോയിന്റ് ലോഡായി മിഡിൽ വന്ന് നിൽക്കും. ഇവിടെ വന്ന് നിൽക്കും. ദാറ്റ് ഈസ് 916 kN എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കും. അപ്പം ഇത് മൊത്തത്തിൽ 16 ആയിരുന്നു. എബൌട്ട് എ എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എ ആണ് ആക്ട് ചെയ്യുന്നത്. സോ 916 × 8 ചെയ്യണം. ദാറ്റ് ഈസ് നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോഴത്തേന് 60 × 16 × 8 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് VBയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 240 kN എന്ന് പറഞ്ഞ് കിട്ടും. ഈ 240 kN നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം VAയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 720 kN എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ സിഗ്മ MC ഈസ് ഈക്വൽ ടു 0 ചെയ്യണം. ഇതാണ് നമ്മുടെ സെക്ഷൻ. സോ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് അപ്വേർഡും ക്ലോക്ക് വൈസും ആണെങ്കിൽ പോസിറ്റീവാണ്. അപ്പം നമ്മളിവിടെ നമ്മൾ മൊമെൻറ്റ് എടുക്കുമ്പോഴത്തേന് സിഗ്മ MC ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് VA ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 16 ആണ്. VA ഇൻറ്റു 16 മൈനസ് H ഇൻറ്റു 6. H ഇൻറ്റു 6 ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. മൈനസ് എന്ന് പറയുന്നത് ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് മൈനസ് വന്നത്.
മൈനസ് ഈ യു ഡി എല്ലിനെ പോയിന്റ് ലോഡ് ആക്കണം. പോയിന്റ് ലോഡ് ആക്കുമ്പോഴത്തേന് 60 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 16 ഇൻറ്റു 8 കൂടെ ചെയ്യണം. 8 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 8. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 8 എന്ന് വെച്ചാൽ ഈ പോയിന്റ് ലോഡ് വന്നിട്ട് 916 കിലോ ന്യൂട്ടൺ ഇവിടെ വന്നിക്കും. അപ്പം 16ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 8 ആണ്. ദാറ്റ് ഈസ് 60 ഇൻറ്റു 16 ഇൻറ്റു 8 ഇസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതും. So sigma MC is equal to 0. VA into 16 minus H into 6 minus 60 into 16 into 8 is equal to 0. നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ 640 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് വേണ്ടുന്നത് RAയും RB ആയിരുന്നു. RAയുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് VA സ്ക്വയർ പ്ലസ് H സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് VAയുടെയും Hൻ്റെയും വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 963.327 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. RBയുടെ വാല്യൂ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് VB സ്ക്വയർ പ്ലസ് H സ്ക്വയർ ആണ്. നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 683.520 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ BM at X ആണ്. സോ BM at X കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാണ് നമ്മുടെ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ്. സോ VA ഇൻറ്റു ഈ സെക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 4 ആണ്. VA ഇൻറ്റു 4 മൈനസ് H ഇൻറ്റു YX. H ഇൻറ്റു YX ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് H ഇൻറ്റു YX. ഈ UDL ഇത്രയും ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത് ഇതിനെ പോയിന്റ് ലോഡ് ആക്കണം. ആദ്യമേ 16 ഇൻറ്റു 4 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 16 ഇൻറ്റു 4 ഇൻറ്റു 2 കൂടെ ചെയ്യണം. സോ അത് നെഗറ്റീവാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. So mx is equal to VA into 4 minus H into YX minus 16 into 4 into 2 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമുക്ക് VAയുടെയും Hൻ്റെയും വാല്യൂസ് അറിയാം, YXൻ്റെ വാല്യൂ ആണ് അറിയാത്തത്. ഇനി YXൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് 3 hinged പാരാബോളിക് ആർച്ച് ആണ്. YXൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ദാറ്റ് ഈസ് YX is equal to 4YC by L square into X into L minus X ആണ്. YC എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ റൈസ് ആണ്. L എന്ന് പറയുന്നത് സ്പാൻ ആണ്. X എന്ന് പറയുന്നത് ഈ സെക്ഷൻ സപ്പോർട്ടിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് മാറിയാണ്. ദാറ്റ് ഈസ് 4 ആണ്. X എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. സോ ഡയറക്റ്റ് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. 4 ഇൻറ്റു YC സെൻട്രൽ റൈസ് 6 ആണ് ബൈ 32 സ്ക്വയർ ഇൻറ്റു 4 ഇൻറ്റു 32 മൈനസ് 4 ഇസ് ഇക്വൽ ടു 2.625 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് YX കിട്ടി. സോ YX കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ MX എന്ന് പറയുന്ന ഇക്വേഷനകത്തോട്ട് വാല്യൂ ഇട്ട് കൊടുക്കാം. ബാക്കി VA H ഒക്കെ അറിയായിരുന്നു. അപ്പം MX എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് 720 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയർ അറ്റ് XX എന്ന് പറയുന്ന പോയിന്റിലെ നോർമൽ ത്രസ്റ്റ് NXും റേഡിയൽ ഷിയർ RXും ആണ്. NXൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ NX is equal to VX sin theta plus H cos theta. RXൻ്റെ ഇക്വേഷൻ റേഡിയൽ ഷിയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ RX is equal to VX cos theta minus H sin theta ആണ്. നമുക്ക് H അറിയാം, തീറ്റയുടെ വാല്യൂവും VXൻ്റെ വാല്യൂ ആണ് അറിയാത്തത്. അപ്പം ഇനി അത് കണ്ടുപിടിക്കണം. സോ ഇനി നമ്മൾ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ തീറ്റ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 4 ഇൻറ്റു YC ബൈ L സ്ക്വയർ ഇൻറ്റു L മൈനസ് 2X ആണ്. സോ YC നമ്മുടെ സെൻട്രൽ റൈസ്, L എന്ന് പറയുന്ന സ്പാന്, X എന്ന് പറയുന്ന 4 മീറ്റർ ആണ്. സോ ഡയറക്റ്റ് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പം തീറ്റയുടെ വാല്യൂ 29.35 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് VX, തീറ്റയും VXും ആയിരുന്നു അറിയാത്തത്. ഇനി നമ്മൾ VX ആണ് കണ്ടുപിടിക്കേണ്ടത്. VX കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ VX ഇസ് ഇക്വൽ ടു VA മൈനസ് 60 ഇൻറ്റു 4. 60 എന്ന് പറഞ്ഞാൽ നമ്മുടെ UDL ആണ്. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 4 എന്ന് പറയുന്നത്. അപ്പം VA നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 720 മൈനസ് 240 ദാറ്റ് ഈസ് 418 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് VX ആണ്. അപ്പം VXും തീറ്റയും കിട്ടി. ഇനി നമുക്ക് റേഡിയൽ ഷിയറിൻ്റെയും നോർമൽ ത്രസ്റ്റിൻ്റെയും ഇക്വേഷനകത്തോട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് NX ഇസ് ഈക്വൽ ടു VX സൈൻ തീറ്റ പ്ലസ് H കോസ് തീറ്റയാണ്. VX കിട്ടി. ഇപ്പം 480 സൈൻ 29.35 പ്ലസ് 640 കോസ് 29.35 ചെയ്യുമ്പോഴത്തേന് 793.119 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും NXൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് നോർമൽ ത്രസ്റ്റ്. RX കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RX ഇസ് ഇക്വൽ ടു VX കോസ് തീറ്റ മൈനസ് H സൈൻ തീറ്റയാണ്. അതിനകത്ത് 480 കോസ് 29.35 മൈനസ് 640 സൈൻ 29.35 ചെയ്യുമ്പോഴത്തേന് 104.696 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് റേഡിയൽ ഷിയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ നമുക്ക് എല്ലാ വാല്യൂസും ഇപ്പം കിട്ടി. താങ്ക് യു.